ഗുഡ് മോർണിംഗ്. പവർ ഇലക്ട്രോണിക്സിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പുതിയ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മുടെ സിലബസിലെ അവസാനത്തെ മൊഡ്യൂൾ 4. അപ്പോൾ അതിനകത്ത് ബക്ക് കൺവെർട്ടർ എന്നുള്ള പോർഷൻ നമ്മൾ ഇന്ന് എടുക്കുന്നത്. നമുക്ക് ആദ്യം മൊഡ്യൂൾ 4ൻ്റെ സിലബസ് നോക്കാം. അപ്പം മൊഡ്യൂൾ 3 പോലെ ഒരു ചെറിയ മൊഡ്യൂൾ തന്നെയാണ് മൊഡ്യൂൾ 4. അപ്പോൾ മൊഡ്യൂൾ 3-ക്കകത്ത് നിങ്ങൾ കുറച്ച് കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ. എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മുടെ DC സെപ്പറേറ്റ് എക്സൈറ്റഡ് DC മെഷീൻ്റെ സ്പീഡ് കൺട്രോൾ, DC മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ, 3 ഫേസ് അതുപോലെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മെഷീനുകളുടെ സ്പീഡ് കൺട്രോൾ, പിന്നെ നമ്മൾ ഫാനിൻ്റെ റെഗുലേറ്റർ, സ്റ്റാറ്റിക് ഫാൻ റെഗുലേറ്റർ, അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൻ്റെ വർക്കിംഗ്. ഇത്തരം കാര്യങ്ങൾ നമുക്ക് തേർഡ് മൊഡ്യൂൾ പഠിക്കുള്ളൂ. അതുപോലെ തന്നെ ചെറിയൊരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 4. മൊഡ്യൂൾ 4-നകത്ത് നമ്മൾ കൺവേർട്ടർ സർക്യൂട്ട്, അതായത് DC to DC കൺവേർട്ടർ സർക്യൂട്ടുകളെ പറ്റിയാണ് ഒരു പോർഷന് പഠിക്കുന്നത്. അതിന് ശേഷം അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വരുന്ന കുറച്ച് സർക്യൂട്ടുകൾ. കൺവേർട്ടർ സർക്യൂട്ട് നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിൽ ചോപ്പറിൻ്റെ പോർഷൻ പഠിച്ചിരുന്നു. ശരിക്കും ഈ ചോപ്പറിൻ്റെ ഒരു വേരിയേഷൻ, നമ്മൾ ചോപ്പർ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുവാനാണെങ്കിൽ ക്ലാസ് A, ക്ലാസ് B, അങ്ങനെ ക്ലാസ് C, ക്ലാസ് D, ക്ലാസ് C 5 ടൈപ്പ് ചോപ്പേഴ്സ് ഒക്കെ ഉണ്ട്. അതിനകത്ത് ഓരോ ക്ലാസിൻ്റെ മോഡിഫിക്കേഷൻസ് ആണ് ശരിക്കും ഈ ബക്ക് കൺവേർട്ടർ, ബൂസ്റ്റ് കൺവേർട്ടർ എന്ന് പറയുന്നത്. ബക്ക് കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കോൺസ്റ്റൻറ്റ് DC വോൾട്ടേജിനെ അതിനൊക്കെ ചെറിയ വാല്യൂ ഉള്ള DC വോൾട്ടേജ് കൺവേർട്ട് ചെയ്യുന്ന സർക്യൂട്ട് ബക്ക് കൺവേർട്ടർ. ബൂസ്റ്റ് കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ ഒരു DC വോൾട്ടേജിന് നമ്മൾ സപ്ലൈ ചെയ്യുന്ന DC വോൾട്ടേജിന് കൂടുതൽ വാല്യൂ ഉള്ള DC വോൾട്ടേജ് കൺവേർട്ട് ചെയ്യുന്നതിന് ബൂസ്റ്റ് കൺവേർട്ടർ എന്ന് പറയുന്നത്. അതുപോലെ ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ എന്നൊരു സർക്യൂട്ട് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു വോൾട്ടേജ് DC വോൾട്ടേജ് അത് കുറവ് കൂടുതൽ നമുക്ക് ഇഷ്ടമുള്ള വോൾട്ടേജ് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന സർക്യൂട്ടുകൾക്ക് ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ എന്ന് പറയും. പക്ഷേ അതിനെപ്പറ്റി നമുക്ക് പഠിക്കാനില്ല. നമുക്ക് ബക്ക് കൺവേർട്ടറും ബൂസ്റ്റ് കൺവേർട്ടറും പിന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, സെർവോ സ്റ്റെബിലൈസർ, അതുപോലെ നമ്മുടെ SMPS, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന SMPS, സ്വിച്ച് മോഡ് പവർ സപ്ലൈ, പിന്നെ UPS, അങ്ങനെ കുറേ സർക്യൂട്ട് ഡിവൈസുകളുടെ വർക്കിംഗ് അതിൻ്റെ സർക്യൂട്ട് ആയാലും കാര്യങ്ങളൊക്കെ, പിന്നെ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ഒരു ചാപ്റ്റർ, ഒരു സെക്ഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഇന്ന് നമ്മൾ ബക്ക് കൺവേർട്ടർ എന്നൊരു പോർഷൻ നമ്മൾ നോക്കുന്നത്. അപ്പം ബക്ക് കൺവേർട്ടർ എന്താണെന്ന് ഞാനിപ്പം തന്നെ പറഞ്ഞു. കോൺസ്റ്റൻറ്റ് DC സപ്ലൈ വേരിയബിൾ DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സർക്യൂട്ടാണ് നമ്മൾ DC to DC കൺവേർട്ടർ എന്ന് പറയുന്നത്. അതിനകത്ത് ബക്ക് കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ ആ കോൺസ്റ്റൻറ്റ് DC സപ്ലൈ, നമ്മളൊരു കൊടുക്കുന്ന ഇൻപുട്ടിലുള്ള കോൺസ്റ്റൻറ്റ് DC സപ്ലൈ ആ ഇൻപുട്ട് സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനേക്കാളും കുറഞ്ഞ വാല്യൂ ഉള്ള വേരിയബിൾ DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സർക്യൂട്ട് നമ്മൾ ബക്ക് കൺവേർട്ടർ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാൻ, നമ്മൾ ഇൻപുട്ടിൽ ഒരു 100 വോൾട്ട് DC സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 100-ൽ താഴെയുള്ള നമുക്ക് ഇഷ്ടമുള്ളൊരു വോൾട്ടേജ്, ഇപ്പോൾ 90 വോൾട്ട് വേണ്ട, അല്ലെങ്കിൽ 70 വോൾട്ട് അല്ലെങ്കിൽ 50 വോൾട്ട് മതി, അത് നമുക്ക് ഇഷ്ടമുള്ളൊരു വോൾട്ടേജ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യുന്ന സർക്യൂട്ടാണ് ബക്ക് കൺവേർട്ടർ എന്ന് പറയുന്നത്. ഈ കൺവേർട്ട് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് വോൾട്ടേജ് അല്ല. അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം ആ വോൾട്ടേജിന് മാറ്റാൻ കഴിയും. ഒരു സർക്യൂട്ട് കൊണ്ട് തന്നെ നമ്മൾ ഇൻപുട്ട് നമ്മളൊരു 100 വോൾട്ട് കൊടുത്താലും നമുക്ക് ഒരു സമയത്ത് ചിലപ്പോൾ 70 വോൾട്ട് ആയിരിക്കും ആവശ്യമുള്ളത്. ആ ടൈമിൽ നമുക്ക് 70 വോൾട്ട് കിട്ടും. പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മറ്റൊരു ആപ്ലിക്കേഷൻ 50 വോൾട്ട് ആണെങ്കിൽ നമ്മൾ സർക്യൂട്ടിൻ്റെ കുറച്ച് പാരാമീറ്റേഴ്സ് അഡ്ജസ്റ്റ് ചെയ്താൽ മറ്റു കാര്യങ്ങളൊന്നും മാറ്റാതെ തന്നെ നമുക്കത് 50 വോൾട്ടേജ് നമുക്ക് കിട്ടും. അങ്ങനെ ഒരു കോൺസ്റ്റന്റ് DC സപ്ലൈ വേരിയബിൾ DC ആയിട്ട് സപ്ലൈ വോൾട്ടേജിനേക്കാളും ചെറിയ വാല്യുള്ള വേരിയബിൾ DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സർക്യൂട്ട് നമ്മൾ ബക്ക് കൺവേർട്ടർ എന്ന് പറയുന്നത്. അപ്പം ഈ ബക്ക് കൺവേർട്ടറിൻ്റെ മറ്റൊരു പേരുണ്ട് സ്റ്റെപ്പ് ഡൗൺ കൺവേർട്ടർ എന്ന് പറയും. കാരണം നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ഒരു വർക്കിംഗ് പോലെയാണ് ഇത്. ശരി, വർക്കിംഗ് അല്ല, അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഇവിടെയും കിട്ടുന്നത്. കാരണം നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്താ ചെയ്യുന്നത്, ഒരു AC സപ്ലൈ അതിനൊക്കെ ചെറിയ വാല്യൂ ഒരു AC സപ്ലൈ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ DC സപ്ലൈ ചെറിയ വാല്യൂ DC സപ്ലൈ കൺവേർട്ട് ചെയ്യുന്നതിന് സ്റ്റെപ്പ് ഡൗൺ കൺവേർട്ടർ എന്ന് പറയുന്നു. ഈ കൺവേർഷൻ പ്രോസസ്സ് നടക്കുന്നത് നമ്മുടെ ബക്ക് കൺവേർട്ടറിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ, അതിനകത്ത് സ്വിച്ചിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ വേരി ചെയ്തുകൊണ്ടാണ്. എന്താണ് ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞാൽ, ഒരു സ്വിച്ച് ഓൺ ആയിരിക്കുന്ന പീരീഡ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം പീരീഡാണ് നമുക്കതിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഡിവൈസ് സ്വിച്ച് ചെയ്യുന്ന ഫ്രീ ടൈം പീരീഡ് എന്ന് വെച്ചാൽ 1 സെക്കൻഡ് ആയിരിക്കാം. അങ്ങനെയാണ് അതിനകത്ത് 0.5 സെക്കൻഡ് മാത്രം നമ്മൾ ആ ഡിവൈസ് ഓൺ ആക്കുകയാണെങ്കിൽ അതിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞാൽ 50% ആണ്. അതേസമയം 0.75 സെക്കൻഡ്, ഒരു സെക്കൻഡ് ടൈം പീരീഡിൽ 0.75 സെക്കൻഡ് നമ്മുടെ ഡിവൈസ് ഓൺ ആണെങ്കിൽ അതിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ 75% ആണ്. അങ്ങനെ ഈ ഡ്യൂട്ടി സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്തത് ഡിവൈസ് ടേൺ ഓൺ ചെയ്യുന്ന ടൈം വേരി ചെയ്ത് നമ്മളുടെ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ടിലുള്ള DC വോൾട്ടേജ് കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഈ കേസിൽ, കൺവേർട്ടർ കേസിൽ നമുക്ക് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഡിവൈസ് സ്വിച്ച് ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ പവർ മോസ്ഫെറ്റ് അല്ലെങ്കിൽ IGBT പോലുള്ള ഡിവൈസുകളാണ് നമ്മുടെ സ്വിച്ചായിട്ട് ഉപയോഗിക്കുന്നത്. SCR പോലുള്ള ഡിവൈസുകൾ നമുക്ക് കൺവേർട്ടർ സർക്യൂട്ട്, DC to DC കൺവേർട്ടർ സർക്യൂട്ട് നമ്മൾ സ്വിച്ചായിട്ട് ഉപയോഗിക്കാറില്ല. ഒരു കാരണം അതിൻ്റെ കമ്മ്യൂട്ടേഷനാണ്. AC സപ്ലൈ ഇൻപുട്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ പോസിബിൾ അല്ല. അത് കാരണം നമ്മൾ
ഇങ്ങനത്തെ മോസ്ഫെറ്റ് അതുപോലെ IGBT പോലുള്ള ഡിവൈസുകളാണ്. ഈ ഫ്രീക്വൻസി ഒരു ആപ്ലിക്കേഷനാണ്. അല്ലെങ്കിൽ നമ്മൾ SAR ഉപയോഗിക്കുകയാണെങ്കിൽ മറ്റു പ്രശ്നം എന്ന് വെച്ചാൽ ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ സർക്യൂട്ട് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അത് കാരണം നമ്മൾ പവർ മോസ്ഫെറ്റ് അല്ല IGBT പോലുള്ള ഡിവൈസിലാണ് ഇവിടെ കൺട്രോൾ സ്വിച്ച് ആയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത് നമുക്ക് ബക്ക് കൺവെർട്ടർ സർക്യൂട്ട് ഡയഗ്രം നോക്കാം. ഇപ്പോൾ ഈ കാണുന്നതാണ് ബക്ക് കൺവെർട്ടർ സർക്യൂട്ട് ഡയഗ്രം. ഇതിനകത്ത് ഇതാണ് നമ്മുടെ മെയിൻ സ്വിച്ച്. ഈ സ്വിച്ച് ഓൺ ഓഫ് ആക്കിയാണ് നമ്മുടെ ഔട്ട്പുട്ട് വരുന്ന DC വോൾട്ടേജ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് VS ഇവിടെ കാണിക്കുക. ആ VS-ലോട്ട് നമ്മൾ ഡയറക്റ്റ് സീരീസ് ആയിട്ടാണ് സ്വിച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ കൺവെർട്ടർ സർക്യൂട്ടിനും ഓരോ സർക്യൂട്ട് ഡയഗ്രാമാണ്. ഈ സർക്യൂട്ട് ഡയഗ്രം ശരിക്കും നമ്മുടെ ക്ലാസ് എ ചോപ്പറിൻ്റെ സർക്യൂട്ട് ഡയഗ്രം സിമിലർ ആണ്. നിങ്ങളത് ചോപ്പർ പഠിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു ചോപ്പറിൻ്റെ ക്ലാസ് എ എന്നുള്ള വർക്കിങ്ങിന് സിമിലർ ആയിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രമാണ് അത് ശരിക്കും. നമ്മുടെ സോഴ്സിന് സീരീസ് ആയിട്ടാണ് ഇവിടെ സ്വിച്ച് വെച്ചിരിക്കുന്നത്. അതിന് സീരീസ് ആയിട്ടൊരു ഇൻഡക്ടർ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കപ്പാസിറ്ററും ക്രോസ് ഒരു ലോഡും വെച്ചിട്ടുണ്ട്. ഈ റെസിസ്റ്ററാണ് നമ്മുടെ ലോഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ലോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നത്. അപ്പോൾ ഈ VS എന്നുള്ള സപ്ലൈ വോൾട്ടേജ് നമുക്ക് ഈ VS-നേക്കാൾ കുറവ് വാല്യൂ ഉള്ള ഇഷ്ടമുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യണം. അത് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ സ്വിച്ചിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ വരുന്നതാണ്. ഓരോ ടൈം പീരീഡിൽ നമ്മൾ എത്ര സെക്കൻഡ്, ഒരു ടൈം പീരീഡിൽ എത്ര ശതമാനം ടൈം ഈ സ്വിച്ച് ഓണാക്കി നിർത്തുന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് വേരി ചെയ്യുന്നത്. നമ്മൾ ഒരു ടൈം പീരീഡിൽ കൂടുതൽ സമയം നമുക്ക് ഇത് ഓണാക്കി വയ്ക്കുക, നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടുതലായിരിക്കും. അതേസമയം കുറച്ച് സമയമാണ് നമ്മൾ സ്വിച്ച് ഓണാക്കി വയ്ക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ ബക്ക് കൺവെർട്ടറിൻ്റെ വർക്കിംഗ് ശരിക്കും 2 സ്റ്റേജായിട്ടാണ് നടക്കുന്നത്. ഒന്ന് നമ്മുടെ ഈ സ്വിച്ച് ഓൺ ആയിരിക്കുന്ന ടൈം, അത് ഫസ്റ്റ് മോഡ് ഓഫ് ഓപ്പറേഷനാണ്. അടുത്തത് സ്വിച്ച് ഓഫ് ആയിട്ടിരിക്കുന്ന ടൈം. ഇപ്പോൾ രണ്ടോട് ചേരുന്നതാണ് ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പം ഓൺ പീരീഡും അതുപോലെ ഓഫ് പീരീഡും 2 ടൈമോടെ ചേർന്നാണ് ശരിക്കും നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് പറയാൻ കഴിയുന്നത്. ആദ്യത്തെ കേസിൽ ഓരോ കേസും ഞാൻ അതിൻ്റെ സെപ്പറേറ്റ് സർക്യൂട്ട് ഡയഗ്രം വെച്ച് കാണിച്ചു തരാം. ആദ്യത്തെ കേസിൽ നമ്മുടെ ഈ സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ, ഈ സ്വിച്ച് ഓൺ ആകുമെന്ന് വെച്ചാൽ ഇത് ഷോർട്ടാണ്. ഈ സപ്ലൈ നേരെ ഇങ്ങോട്ട് വരും. ഈ സപ്ലൈ ഇങ്ങോട്ട് വന്നാൽ ഈ പോസിറ്റീവ് വോൾട്ടേജ് ഇവിടെ വന്നു. പോസിറ്റീവ് ഡയോഡിൻ്റെ കാഥോഡ് വരുവാണെങ്കിൽ ഈ ഡയോഡ് റിവേഴ്സ് ബയസ് ചെയ്യും. എന്നിട്ട് ആ കേസിൽ നമ്മുടെ സ്വിച്ച് ഓൺ ആയിട്ടിരിക്കുന്ന ഈ ഡയോഡ് പിക്ചറിലേയില്ല. ഈ ഡയോഡ് റിവേഴ്സ് ബയസ്ഡ് ആണ്. ഇതൊരു കറണ്ട് പാസ് ചെയ്യത്തില്ല. ഇപ്പോൾ ഇവിടെ ഒരു ഡിവൈസ് ഉള്ളതിനില്ല, അതിന് തുല്യമാണ്. നമ്മൾ ഫസ്റ്റ് മോഡ് ഓഫ് ഓപ്പറേഷൻ നമ്മൾ പറയുമ്പം ഇവിടുത്തെ ഡയോഡ് നമ്മൾ വെക്കേണ്ട ഈ സർക്യൂട്ട് ഫിഗർ വെക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ ഓരോ മോഡ് ഓഫ് ഓപ്പറേഷനും സെപ്പറേറ്റ് ഫിഗർ വരച്ച് കാണിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മോഡ് ഓഫ് ഓപ്പറേഷൻ നമ്മൾ സ്വിച്ച് ടേൺ ഓൺ ചെയ്തു. ആ ടൈമിൽ ഇപ്പോൾ സ്വിച്ച് ടേൺ ഓൺ ചെയ്ത് നമുക്കിവിടെ ഒരു ഓൺ സ്വിച്ച് ആയിട്ട് ഷോർട്ടായിട്ട് കാണിച്ചാൽ മതി. ഇവിടെ ഇനി ഒരു മോസ്ഫെറ്റിൻ്റെ സിമ്പിൾ ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. ഇതൊരു ഓൺ സ്വിച്ചാണ്. അതുപോലെ നമ്മൾ ഇവിടുത്തെ ഡയോഡ് എടുത്ത് മാറ്റി. ഇവിടെ ഡയോഡ് ആക്ച്വലി കണക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ ഡയോഡിന് ഇവിടെ പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നുമില്ല. റിവേഴ്സ് ബയസ് ആയിട്ട് ഡയോഡാണ്. ഇതൊരു കറണ്ടൊന്നും പാസ് ചെയ്തില്ല. ഇപ്പോൾ ഒരു വെറുതെ ഒരു ഓപ്പൺ സർക്യൂട്ട് വെച്ചേക്കുന്ന മാതിരിയാണ്, നമ്മൾ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഡിവൈസിലൂടെ കണക്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ സോഴ്സ് നേരെ കണക്ട് ചെയ്ത ഇൻഡക്ടറിലേക്ക് സീരീസ് ആയിട്ട് വരുന്നു. പിന്നെ നമ്മുടെ ലോഡും കപ്പാസിറ്ററും പാലായിട്ട് വെച്ചേക്കുന്നു. ഈ ടൈമിൽ നമ്മുടെ സോഴ്സ് ഔട്ട്പുട്ടിലേക്ക് കറണ്ട് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഫീഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മുടെ ഇൻഡക്ടറിലും എനർജി സ്റ്റോർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഡക്ടറുടെ കറണ്ട് പാസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഡക്ടർ കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇൻഡക്ടറിൽ എനർജി സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഫസ്റ്റ് മോഡ് ഓഫ് ഓപ്പറേഷൻ കഴിഞ്ഞു. ഈ മോഡ്, അതായത് നമ്മുടെ സ്വിച്ച് ഓൺ ആയിട്ടിരിക്കുന്ന ടൈം നമ്മുടെ ഓൺ ടൈം അല്ലെങ്കിൽ T1 നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ഓൺ ടൈമും ഓഫ് ടൈമും രണ്ടോട് ചേർന്നാണ് നമ്മുടെ ടോട്ടൽ ടൈം പീരീഡ്. നമുക്ക് ഈ ടൈം നമുക്ക് മോഡ് 1 ഓഫ് ഓപ്പറേഷൻ അല്ലെങ്കിൽ സ്വിച്ച് ഓൺ ആയിട്ടിരിക്കുന്ന ടൈം നമുക്ക് T1 ടൈം നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് മോഡ് 2 ആണ്. മോഡ് 2 നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ മോസ്ഫെറ്റ് അല്ലെങ്കിൽ ഈ സ്വിച്ച് നമ്മൾ ഓഫാക്കി. ഈ സ്വിച്ച് ഓഫാക്കി കഴിയുമ്പോൾ ഇവിടെ ഒരു ഓപ്പൺ സർക്യൂട്ട് ആകും. ഓപ്പൺ സർക്യൂട്ട് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ സോഴ്സ് ബാക്കി സർക്യൂട്ട് കണക്റ്റ് അല്ലേ. ഇവിടെ നമ്മുടെ സോഴ്സിന് പോസിറ്റീവ് ടെർമിനൽ ഇവിടെ വന്ന് ഇവിടെ പോയിന്റ് വെച്ച് ഓപ്പൺ സർക്യൂട്ട് ആയി, മറ്റ് കണക്ഷൻ ഒന്നുമില്ല. ഇപ്പോൾ നമുക്ക് മോഡ് 2 ഓഫ് ഓപ്പറേഷൻ നോക്കിയാലോ. മോഡ് 2 ഓപ്പറേഷനിൽ സ്വിച്ച് ഓഫാണ്. അപ്പോൾ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സപ്ലൈ സ്വിച്ച് ഒരു ഓഫ് സ്വിച്ച് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. സോഴ്സ് ലോഡിലേക്ക് കണക്റ്റ് ആയിട്ടിരിക്കത്തില്ല. നമ്മുടെ സോഴ്സ് ഇവിടെ നമ്മൾ റിമൂവ് ചെയ്ത് കാരണം നമ്മുടെ ഡയോഡ് വീണ്ടും പിക്ചറിലേക്ക് വരും. ഡയോഡിൻ്റെ റിവേഴ്സ് ബയസ് മാറി ഈ പോയിന്റ് ഇവിടെ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് ഈ ഡയോഡാണ്. ഇപ്പം നമ്മുടെ സോഴ്സ് കണക്ട് ചെയ്യാത്ത കാരണം ഇവിടെ ഡയോഡ് റിവേഴ്സ് ബയസ് ആകത്തില്ല. അപ്പോൾ ഡയോഡ് വന്നു. അപ്പം ഇനി എങ്ങനെയാണ് ഇതിനകത്തൂടെ കറണ്ട് പാസ് ചെയ്യുന്നത്? അപ്പം ഞാൻ പറഞ്ഞിരുന്നു, ഓണായിട്ടിരിക്കുന്ന ടൈമിൽ സോഴ്സിൽ നിന്ന് ലോഡിലേക്ക് പവർ ഡെലിവറി ചെയ്യുന്നുണ്ട്, കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ തന്നെ ഇൻഡക്ടറിൽ കറണ്ട് പാസ് ചെയ്യുന്ന കാരണം ഇൻഡക്ടർ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഡക്ടറിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അതിനകത്തൂടെ പാസ് ചെയ്യുന്ന കറണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് വയ്ക്കാൻ എപ്പോഴും ഇൻഡക്ടർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ IL എന്നൊരു കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഫ്ലോ ചെയ്തതിനിടയ്ക്ക് നമ്മൾ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്തു. സ്വിച്ച് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഈ IL എന്നുള്ള കറണ്ട് ഇൻഡക്ടറേക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഇവിടെ സോഴ്സ് ഒന്നുമില്ല.
ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇൻഡക്ടർ ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മാഗ്നറ്റിക് ചാർജ് ഈ കറണ്ട് I എന്നുള്ള കറണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ കറണ്ട് സോഴ്സിലേക്ക് ഫ്ലോ ചെയ്യുന്നത്, ലോഡിലേക്ക് ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ ഇതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് എപ്പോഴും ഇൻഡക്ടറിന് കറണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയത്തില്ല. ഇൻഡക്ടറിൻ്റെ ചാർജ് കുറഞ്ഞതനുസരിച്ച് IL വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. ഒന്ന് ഇൻഡക്ടറിൻ്റെ കറണ്ടിൻ്റെ വേവ് ഫോം ഒക്കെ നോക്കിയാൽ നമുക്ക് പതുക്കെ കൂടി വരുന്നു, പിന്നെ കുറഞ്ഞു വരുന്നു, പിന്നെ പതുക്കെ കൂടി വരുന്നു, അങ്ങനെ ആയിരിക്കും ഇൻഡക്ടറിൻ്റെ വേവ് ഫോം വരുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ വേവ് ഫോം പഠിക്കേണ്ട വർക്ക് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് സോഴ്സ് പവർ ഡെലിവറി ചെയ്യാത്ത സമയത്ത് ഇൻഡക്ടർ സ്റ്റോർ ചെയ്തേക്കുന്ന കറണ്ട് കാരണം, സ്റ്റോർ ചെയ്തേക്കുന്ന എനർജി കാരണം ആ എനർജി ലോഡിലേക്ക് കണ്ടിന്യൂസ് കറണ്ട് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് TO ഓഫിൻ്റെ ടൈം പീരീഡ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തു, അടുത്ത ടൈം പീരീഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് മോഡ് 2 ഓഫ് ഓപ്പറേഷൻ നമ്മൾ ഓഫ് ടൈം പീരീഡ് എന്ന് പറയും. മോഡ് 1 ഓഫ് ഓപ്പറേഷൻ, അതായത് സ്വിച്ച് ഓൺ ആയിട്ടിരിക്കുന്ന ടൈം നമ്മൾ T ഓൺ എന്ന് പറയും, ഓഫ് ആയിട്ടിരിക്കുന്ന ടൈം T ഓഫ് എന്ന് പറയും. ഈ T ഓണും T ഓഫും ചേർന്നാണ് നമ്മുടെ കൺവേർട്ടറിൻ്റെ ഒരു ഫുൾ സൈക്കിൾ എന്ന് പറഞ്ഞാൽ. അപ്പം T1 + T ഓഫ് ആണ് ഒരു ഫുൾ സൈക്കിൾ. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ എന്ത് വരും? ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞാൽ T ഓൺ ഒരു ഫുൾ സൈക്കിളിനകത്ത് എന്തുമാത്രം ടൈം നമ്മുടെ സ്വിച്ച് ഓൺ ആയിട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഡ്യൂട്ടി സൈക്കിൾ ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ T1 + T ഓഫ് ആണ്. നമുക്കതിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞാൽ T1 ഡിവൈഡ് ബൈ T1 + T ഓഫ് എന്ന് വരും. ഇതാണ് അതിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ, അതായത് എന്തുമാത്രം ടൈം നമ്മുടെ സ്വിച്ച് ഓൺ ആയിട്ടിരിക്കുന്നത് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം പീരീഡ്. ഇപ്പം നമ്മുടെ ബക്ക് കൺവേർട്ടറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ലോഡിലേക്ക് ഡെലിവർ ചെയ്യുന്ന ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി സൈക്കിൾ D × VDC നമ്മുടെ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജാണ്. അപ്പോൾ ഈ D എന്നുള്ള ഡ്യൂട്ടി സൈക്കിളിൻ്റെ വാല്യൂ എപ്പോഴും 1 കുറവായിരിക്കും. 1 ആകുന്ന എപ്പോഴാണ്? ഫുൾ ടൈം പീരീഡ് മുഴുവൻ ടൈമും നമ്മുടെ സ്വിച്ച് ഓൺ ആക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ T ഡിവൈഡ് ബൈ T എന്നാകും. ഫുൾ ടൈം T ഓൺ ആണെങ്കിൽ ഓഫ് ടൈം ഇല്ല, ഫുൾ ടൈം T ആണെങ്കിൽ T ഡിവൈഡ് ബൈ T = 1 വരും. ആ കേസിൽ 1 ആകും. അല്ലെങ്കിൽ ബാക്കി എല്ലാ കേസിലും ഈ T ഓൺ എന്നുള്ള വാല്യൂ T1 + T ഓഫിനെ കുറവായിരിക്കും. എന്ന് വെച്ചാൽ ഇത് 1 ചെറിയൊരു വാല്യൂ ആയിരിക്കും. അത് കാരണം ഈ ഇക്വേഷനകത്ത് D × VDC എന്ന് പറഞ്ഞാൽ എപ്പോഴും VDC ഒരു 1 ചെറിയൊരു വാല്യൂ ഇൻറ്റു VDC ചെയ്ത് VDCക്ക് ചെറിയൊരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അപ്പം നമുക്കിവിടെ ഡ്യൂട്ടി സൈക്കിൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇപ്പം നമുക്ക് എങ്ങനെയാണ് ഒരു പകുതി സമയം, ഇപ്പം 1 സെക്കൻഡാണ് നമ്മുടെ ടോട്ടൽ ടൈം പീരീഡ് എങ്കിൽ അതിനകത്ത് 0.5 സെക്കൻഡ് ഓൺ ചെയ്ത് വയ്ക്കുകയും 0.5 സെക്കൻഡ് ഓഫ് ചെയ്ത് വയ്ക്കുകയും ചെയ്താൽ പകുതി വോൾട്ട് 0.5 VDC മാത്രമേ കിട്ടത്തുള്ളൂ. അതുപോലെ ഡ്യൂട്ടി സൈക്കിൾ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ഡ്യൂട്ടി സൈക്കിൾ ഇൻറ്റു ഔട്ട്പുട്ട് വോൾട്ടേജ് ചെയ്ത് നമുക്ക് നമ്മുടെ ബക്ക് കൺവേർട്ടറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇടും. ഈ ഇക്വേഷൻ വന്നൊക്കെ നമ്മളൊരു വലിയ ഡെറിവേഷൻ കിട്ടുന്നതാണ്. ശരിക്കും നിങ്ങൾക്ക് ആ ഡെറിവേഷൻ പഠിക്കുന്നത് കൊണ്ടാണ് ഇത് കൊടുക്കാത്തത്. നിങ്ങൾ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ മാത്രം പഠിച്ചു വയ്ക്കുക. V0 = dVDC എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് തന്നെ ഡ്യൂട്ടി സൈക്കിളിൻ്റെ VDC. 75% നേരം നമ്മുടെ ഡിവൈസ് ഓൺ ആക്കി വെച്ചാൽ 75% ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. 50% ആണെങ്കിൽ 50% കിട്ടും. 25% നേരം നമ്മൾ ഡിവൈസ് ഓൺ ആക്കി വെക്കുന്നുണ്ടെങ്കിൽ 25% ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അതേസമയം മുഴുവൻ സമയം നമ്മൾ ഓൺ ആയിട്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജ് തന്നെ ഔട്ട്പുട്ട് കിട്ടും. V0 എന്ന് പറഞ്ഞാൽ VDC തന്നെ ആയിരിക്കും. ഇങ്ങനെ നമുക്ക് ഡിവൈസിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ, അതായത് ഡിവൈസ് എത്ര നേരം ടേൺ ഓൺ ആയിരിക്കുന്നുള്ള കാര്യം, എത്ര നേരം നമ്മൾ ഡിവൈസ് ടേൺ ഓൺ ചെയ്ത് വയ്ക്കുന്നു അതനുസരിച്ച് നമുക്ക് ഡിവൈസിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇങ്ങനെയാണ് നമ്മൾ ഒരു ബക്ക് കൺവേർട്ടർ വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യന് ബക്ക് കൺവേർട്ടറിൻ്റെ കുറച്ച് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ് നിങ്ങളൊന്ന് സെർച്ച് കണ്ടുപിടിച്ച് നിങ്ങളൊന്ന് ഇന്നത്തെ അസൈൻമെൻറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ലിങ്ക് അപ്ലോഡ് ചെയ്യുന്ന അസൈൻമെൻറ്റ് നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ഇതായിട്ട് മാത്രമല്ല തരുന്നത്. നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ്. ചിലപ്പോൾ 2 മാർക്കിനൊക്കെ കൺവേർട്ടറിൻ്റെ ആപ്ലിക്കേഷനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ എഴുതുന്ന ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾ നോട്ടിലൂടെ തന്നെ നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയമുള്ളവർ വാട്സാപ്പിലൂടെ കമൻറ്റിലൂടെ ചോദിക്കാം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക് യു.